ശുശ്രൂഷയിൽ പരിശുദ്ധാത്മ ആനന്ദം അനുഭവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 72 പേരെ സുവിശേഷ വേലയ്ക്ക് അയച്ചതിന് ശേഷം അവർ തിരികെ വന്ന് അവരുടെ ദൈവാനുഭവം പങ്കുവയ്ക്കുന്നു. ശേഷം വചനം പറയും, ആ മണിക്കൂറിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് നീ ശിഷ്യക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന്. തിരുസഭ ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീന കൊവൾസ്കായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. കരുണയുടെ ചിത്രം ദൈവം നൽകിയവൾ. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. യേശുനാഥൻ ആനന്ദിക്കുന്നതായി പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. 5 തലങ്ങളിൽ നമുക്ക് ഇതിനെ കാണാം. 1, ദൈവത്തെ തിരിച്ചറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. സുവിശേഷ വേല നാം യഥാർത്ഥത്തിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ, ദൈവസാന്നിധ്യ അവബോധത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസ ആഴത്തിന് വേണ്ടി, ദൈവം എന്നെ വിളിക്കുന്ന സ്വരം തിരിച്ചറിയുവാൻ വേണ്ടി ഒക്കെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. 2, വിനയാന്വിതനായി. കുട്ടികളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് യേശു ദൈവത്തിന് നന്ദി പറയുന്നു. യഥാർത്ഥത്തിൽ അറിവിൽ മികച്ചവരെയോ ബുദ്ധിമാന്മാരെയോ സമ്പന്നരെയോ ആഠ്യത്വമുള്ളവരെയോ അല്ല കർത്താവായ യേശുനാഥൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ചത്. അവർ തിരികെ വന്ന് ഇതൊക്കെ പറയുമ്പോൾ യേശുനാഥൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവരെ ശിശുക്കൾക്ക് തുല്യമായി അവിടെ കർത്താവ് എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ശിശുത്വം എന്നത് എളിമയുടെ സമ്പൂർണത, അനുസരണയുടെ സമ്പൂർണത, സുവിശേഷ വേലയിലുള്ള സമ്പൂർണ്ണ സമർപ്പണം, ദൈവത്തിന് നന്ദി പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇവയൊക്കെയാണ്. ശേഷം കർത്താവായ യേശുനാഥൻ പറയും, പുത്രൻ ആരാണെന്ന് പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. പിതാവ് ആരാണെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ മനസ്സാകുന്നുവോ അവരുമല്ലാതെ ആരും അറിയുന്നില്ല. ഈ വെളിപാട് ലഭിക്കുവാൻ നീ ഒരു ശിശുവിനെ പോലെയായി മാറേണ്ടതുണ്ട്. 72 പേരും അതായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അതിന് നീ വിനയാന്വിതനായി മാറേണ്ടതുണ്ട്. 3, സന്തോഷം. സേവനം ഊർജ്ജസ്വലമാക്കാനും പ്രതീക്ഷകൾ നിലനിർത്താനും കഴിയുന്ന ഒരു ശക്തിയാണ് സന്തോഷം. സന്തോഷവാനായ ആളുകൾ പൊതുവെ നന്മയുള്ളവരും ആരോഗ്യമുള്ളവരും ഹൃദയാഘാത സാധ്യത കുറവുള്ളവരുമാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് സന്തോഷമെന്നത് നിന്റെ ക്രിസ്തുബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യമാണ്. ഈ സന്തോഷവും നീ ഒരു ശിശുവാണ് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. 4, സാത്താൻ്റെ പതനം. സ്വർഗത്തിൽ നിന്ന് വീഴുന്ന സാത്താൻ്റെ ദർശനം ശിഷ്യന്മാരുടെ എളിയ ദൗത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ മധ്യേ ഈ എളിയ ദാസരായ ശിഷ്യന്മാരെ കർത്താവ് ഉപയോഗിക്കുകയും അവിടെ സാത്താൻ പരാജയപ്പെടുകയും ചെയ്യുന്നത് യേശുവിൽ ആനന്ദമുളവാക്കി. 5, പുതിയ നിയമത്തിൻ്റെ ബഹുമതിയും ഉത്സാഹത്തിൻ്റെ പ്രാധാന്യവും. പുതിയ നിയമത്തിലെ വിശുദ്ധരുടെ ബഹുമാനവും സന്തോഷവും അഥവാ വണക്കവും പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാളും രാജാക്കന്മാരെക്കാളും വലുതാണ്. കാരണം ഇവിടെ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ അവരോടൊപ്പമുണ്ട്. അവരെ അയക്കുന്നതും അവരെ നടത്തുന്നതും അവരെ ശക്തിപ്പെടുത്തുന്നതും ദൈവം തന്നെയാണ്. അത് അവരുടെ ജീവിതത്തിൽ വ്യക്തമായ അടയാളങ്ങളും ദർശനങ്ങളും പ്രദാനം ചെയ്യുന്നു. അത് നമ്മെ ആത്മീയ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരികയും ആ ഉത്സാഹം നമ്മെ പ്രവർത്തനത്തിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് കർത്താവ് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. കാരണം ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും ഇത് കാണുവാനും കേൾക്കുവാനും ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. പ്രിയരെ, നാം കാണുന്നതും കേൾക്കുന്നതും എന്താണെന്ന ബോധ്യത്തോടുകൂടി ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.